അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് എല്ലാവരും കയറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, എല്ലാ ആളുകളും കയറുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എല്ലാ ആഴ്ചയിലും 2 ഗൂഗിൾ മീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, ശനി ഞായറും. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പാർട്ടിസിപ്പേഷൻ അന്ന് അല്ലെങ്കിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇടദിവസങ്ങളിൽ നടത്തും. ഇടദിവസങ്ങളിൽ ആളുകൾ അംഗഫലങ്ങൾ ഉണ്ടാവാറില്ല കൂടുതൽ. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ തിരക്കായിരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ നേരിട്ടുള്ള ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റിൽ നേരിട്ട് ബന്ധപ്പെട്ടാലേ നിങ്ങൾക്ക് പൂർണ്ണമായി നല്ല രൂപത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്നും മനസ്സിലാക്കാം. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ സ്ഫുടം എന്നുള്ളൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലഗ്നസ്ഫുടത്തെക്കുറിച്ച് മനസ്സിലാക്കി. ലഗ്നസ്ഫുടം കാണാനുള്ള ടൂളുകൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഉദയം കാണാം, പിന്നെ അതേപോലെ അത് എഴുതി വയ്ക്കത്തിൽ ജനിച്ച സമയം കാണാം, ജനിച്ച കുട്ടിയുടെ ജനിച്ച സമയം. ഇതിനെ നമ്മൾ എന്താണ് നേരിട്ട് നാഴികയിലേക്ക് കൺവേർട്ട് ചെയ്തിടാം. ജനിച്ച സമയം ഇപ്പം കുട്ടി ജനിച്ചത് 10 മണിക്ക്, സൂര്യൻ ഉദിക്കുന്ന 6 മണിക്ക് എന്ന് വിചാരിക്കാം. ഞാനൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണത്. അപ്പം 6ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 7, 8, 9, 10 4 മണിക്കൂറാണ്. അപ്പം ഈ 4 മണിക്കൂർ നമ്മൾ നേരിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? നാഴികയിലേക്ക് കൺവേർട്ട് ചെയ്യാം. 4 മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴിക 1 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ 4 മണിക്കൂർ എന്ന് വെച്ചാൽ 10 നാഴിക സമയം. അപ്പൊ കുട്ടി ജനിച്ചത് ഉദയാൽപരം 10 നാഴികയ്ക്ക് കുട്ടി ജനിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉദയാൽപരം എന്ന് പറയുന്ന ഒരു നാഴിക ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദയാൽപരം നാഴിക എല്ലാ ദിവസത്തെയും പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പൊ മേടമാസം ജനിക്കുന്ന ആളാണെങ്കിൽ മേടൻ രാശിയായിരിക്കും ഉദയാൽപരം വരുന്നത്. മേടം 15-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ 2 നാഴിക ഉദയാൽപരം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ബാക്കി എന്താണ്? ഉദയാൽപരം മേടൻ രാശിയായിരിക്കും. ബാക്കി എന്താണ്? നമുക്കറിയാം, കുട്ടി ജനിച്ചത് ഇവിടെ 10 മണിക്ക് എന്ന് വിചാരിക്കുക, 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് വിചാരിക്കുക, 10 നാഴിക കുട്ടി ജനിച്ചു. അപ്പൊ ഏത് ലഗ്നാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഉദയാൽപരം 2 നാഴിക മേടൻ രാശി. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് വരുന്നത്? മേടൻ രാശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5:28, 5 നാഴിക 28, 5:08 ആണ്. 5:08 ഇടവൻ രാശി കിട്ടി. അപ്പൊ നമ്മൾ ഈ 2 നാഴിക മേടൻ രാശിയ 5:08 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 7:08 കിട്ടും. ബാക്കി ഏതാണ് പിന്നെ വരുന്നത്? 5:28 മിഥുനൻ രാശിയാണ്. അപ്പൊ മിഥുനൻ രാശി എന്ന് പറയുന്ന സമയം ഏകദേശം 7:05, 12 ചില്ലാൻ വരെയും എന്താണ് മിഥുനൻ രാശി വരുന്നുണ്ട്. കുട്ടി ജനിച്ച് 10 നാഴികയാകുമ്പോൾ കുട്ടിയുടെ ലഗ്നം മിഥുനമാണ്. അപ്പോൾ മിഥുന ലഗ്നത്തിൽ ചെന്ന നാഴിക നമ്മൾ കാണണം. അതിന് നമ്മൾ എന്താണ്? ഇടവൻ രാശി വരെ കണ്ടാൽ മതി. ഇടവൻ രാശി വരെയും ആയിട്ടുള്ള ഈ 2 നാഴിക നമ്മൾ മേടൻ രാശിയിൽ കൂട്ടി, പിന്നെ 5:08 ഇടവൻ രാശിയും കൂടി കൂട്ടി. അപ്പം 7 നാഴിക 8 വിനാഴിക. അപ്പം മിഥുനൻ രാശിയിൽ ചെന്ന നാഴിക കാണാനായിട്ട് നമ്മൾ കുട്ടി ജനിച്ച സമയമായിട്ടുള്ള 10 നാഴികയിൽ നിന്ന് ഈ 7 നാഴിക 8 വിനാഴിക കുറച്ച് കിട്ടുന്ന ബാക്കിയുള്ള കുറച്ച് കിട്ടുന്ന ഉത്തരവാണ് നമ്മൾക്ക് മേടൻ രാശിയിൽ ചെന്ന നാഴിക വരുന്നത്. ഈ നാഴിക വിനാഴിക ഉണ്ടാവും. ഇനി എന്താണ്? ലഗ്നസ്ഫുടം, മിഥുനൻ രാശിയുടെ ലഗ്നസ്ഫുടം കാണണം. നമുക്ക് എന്താണ്, എങ്ങനെ കാണാം? മിഥുന ലഗ്നത്തിൽ ചെന്നത് ഇൻറ്റു എന്താണ് 30, ഒരു രാശിയുടെ ഭാഗമാനമാണ് 30 എന്ന് പറയുന്നത്. 30 ഹരിക്കണം മിഥുനൻ രാശിയുടെ ആകെ ഏതാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകെ രാശിമാനം. അപ്പോൾ എന്താണ്? 5:28 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ലഗ്നസ്ഫുടങ്ങൾ കിട്ടും. ആദ്യത്തെ നമ്മളെന്ന ഭാഗയും ഭാഗ കഴിച്ചുള്ള പോയിന്റിന് ശേഷമുള്ള സംഖ്യ 60 കൊണ്ട് ഗുണിച്ചാൽ കലയും കിട്ടും. അത് അങ്ങോട്ട് എടുത്ത് എഴുതാം, അത്രേ ഉള്ളൂ.
ഇനി ഓരോ സൂക്ഷ്മപ്പെടുത്താനായിട്ട് ലഗ്നസ്ഫുടം സൂക്ഷ്മപ്പെടുത്താൻ 6 നാഴികയ്ക്ക് 1 വിനാഴിക വെച്ച് നമ്മൾ ഈ കൂട്ടണ രാശിയുടെ ഇതോടുകൂടി കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇത് അത്ര വലിയ ടഫൊന്നുമല്ല, ഭയങ്കര എളുപ്പമാണ്, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കുറേ പ്രോബ്ലങ്ങൾ ഞാൻ ലഗ്നസ്ഫുടത്തെ ആധാരമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂര്യസ്ഫുടമാണ്, വളരെ എളുപ്പമാണ്. എല്ലാ ഗ്രഹങ്ങളുടെ സൂര്യസ്ഫുടം, ചന്ദ്രസ്ഫുടം, ചൊവ്വയുടെ സ്ഫുടം, ബുധൻ്റെ സ്ഫുടം എല്ലാം ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഉദയത്തിനൊന്നും അങ്ങനെ പ്രാധാന്യമില്ല. നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കുക, ഉദയത്തിന്റെ സമയത്തിന് പ്രാധാന്യം, ഉദയത്തിന് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഓരോ പ്രാവശ്യത്തെ സ്ഫുടം എഴുതിയിട്ടുണ്ടാവും. എല്ലാ ദിവസവും സ്ഫുടങ്ങൾ എഴുതിയിട്ടുണ്ടാവും. സൂര്യസ്ഫുടം എഴുതിയിട്ടുണ്ടാവും, ചന്ദ്രസ്ഫുടം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഉദയത്തിനുള്ള സ്ഫുടമാണ് എഴുതിയിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഇന്നലത്തെ സ്ഫുടത്തിൽ നിന്ന് ഇന്നത്തെ സ്ഫുടം കുറയ്ക്കുമ്പോഴുള്ള പ്രത്യേകതകളൊക്കെ നിങ്ങൾ നോട്ട്സായിട്ട് എഴുതി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കുറച്ചെടുത്തിങ്ങാട്ട് അപ്പം നമ്മൾ ഒരു 24 മണിക്കൂറിലേക്കുള്ള ആ ഗ്രഹത്തിൻ്റെ വേഗത അല്ലെങ്കിൽ ഗതം ചെന്നതെന്ന് അർത്ഥം, അത് കിട്ടും. അതിനെ നമ്മൾ ഇഷ്ടസമയം. അപ്പം ഞാൻ നിങ്ങൾക്ക് പുസ്തകത്തിലൊക്കെ വേറെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പം ഹരിക്കാനായിട്ടൊരു പല 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 മെത്തേഡുകളുണ്ട് സ്ഫുടം കാണാനായിട്ട്. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളതാണ് മിനിറ്റുകൾ കൊണ്ട് ഹരിക്കുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടാ. ആ പുസ്തകത്തിൽ ഇല്ലത്, അത് വേറൊരു രീതിയാണ്. അത് ചെയ്താൽ പെട്ടെന്ന് കിട്ടും, നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ചന്ദ്രസ്ഫുടം കൃത്യപ്പെടുത്താനുള്ളതുണ്ട്. ഇപ്പം തൽക്കാലം ഇങ്ങനെ പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൽ നോക്കണ്ട, സോഫ്റ്റ്വെയറിൽ കുറച്ച് ഇച്ചിരിക്കോളം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ ഒരു കലകൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ, നിങ്ങൾ കണ്ടല്ലോ നേരത്തെ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇന്നത്തെ സ്ഫുടത്തിൽ നിന്ന് ഇന്നത്തെ സ്ഫുടം കുറച്ചാൽ ഗതം കിട്ടും, ചെന്നത്, അതായത് അതിഗതി വേഗം. അതിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചത്, ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോൾ 6:05 ഉദയം, കുട്ടി ജനിച്ചത് 10:05. 10:05 എന്ന് വെച്ചാൽ ഞാൻ ഇട്ടത് കറക്റ്റ് ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്, 4 മണിക്കൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് 13:57 അങ്ങോട്ട് കിട്ടിയില്ലേ ഗതിവേഗം ചന്ദ്രൻ സ്ഫുടം നോക്കിയപ്പോൾ. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൂര്യസ്ഫുടം എങ്ങനെ കാണാം എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ നോക്കുക, ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാട്ടെ നിങ്ങൾ. ഒരു ദിവസം ചന്ദ്രന്റെ സ്ഫുടം, സൂര്യന്റെ സ്ഫുടം, എല്ലാ ഗ്രഹങ്ങളുടെ സ്ഫുടവും ഒരേപോലെയാണ് കാണുന്നത് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് സൂര്യൻ ഇടവത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇടവത്തിൽ നിൽക്കുമ്പോൾ 1 നമ്മൾ എഴുതുന്നത്. സൂര്യൻ ഇടവത്തിൽ നിൽക്കുന്നതിന് ഇടവത്തില് സൂര്യൻ നിൽക്കുന്ന രാശി രാന്ന് എഴുതുമ്പോ അതിന്റെ അടിയിൽ രാശി 1 എഴുതാം. ഭാന്ന് എഴുതുമ്പോ ഭാഗ 10ാമത്തെ ഭാഗയിലാണ് സൂര്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ 10 എഴുതി നമ്മൾ. ഇത് തലകുത്തി കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ 1, 10, അതേപോലെ തന്നെ കലയാണെങ്കിൽ 20 എഴുതാം, കല. അപ്പൊ 1, 10, 20 എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്നത്തെ മിക്കപ്പോഴും ഒരു ഇലിയാണ് ശരിക്കും പറഞ്ഞ മാറുന്നത്. സൂര്യസ്ഫുടത്തില് അങ്ങനെയാണ് വരുന്നത്, കുറച്ചേ മാറുള്ളൂ സൂര്യസ്ഫുടത്തില്. കണ്ടില്ലേ, ഭയങ്കര ഒരു പ്രത്യേകത ഉള്ളതാണ്. സൂര്യസ്ഫുടത്തിൽ അങ്ങനെ കൂടുതൽ മാറിപ്പോകില്ല, ഗതിവേഗം ഒരു ഇതായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു ദിവസം സൂര്യസ്ഫുടത്തിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾക്ക് 1, 10, 20 എന്ന് കാണുന്ന പോലെ തന്നെ അടുത്ത ദിവസം
വരുന്നത് 11 1 10 20 ഇവിടെ 10 7 1 10 ഇവിടെ 13. നോക്കിയേ, ഒരു ദിവസത്തെ സ്ഫുടം 2 ദിവസത്തെ സ്ഫുടങ്ങളാണ് കാണുന്നത്. കണ്ടില്ലേ? തലവസ്ഥ സ്ഫുടം 1 10 20, പിറ്റേ ദിവസത്തെ സ്ഫുടം 1 10 13. അപ്പൊ അങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് സ്ഫുട വ്യത്യാസങ്ങൾ കണ്ടില്ലേ? ഇന്നലത്തെ സ്ഫുടം നമുക്കറിയാം കുറവായിരിക്കും. ഇന്നത്തെ സ്ഫുടം എന്താണ്? ഇവിടെ ഇന്നലത്തെ 10 20 വന്ന് ഇവിടെ ഇന്നത്തെ സ്ഫുടം കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം 1 10 എന്നുള്ളത് അത് ഞാനത് ഒരു പഞ്ചാംഗത്തിലുള്ളത് എടുക്കാം കേട്ടാ. അത് ഞാനിപ്പോ അത് മായ്ച്ചു കളയാണ്. പഞ്ചാംഗത്തിലുള്ളത് എടുക്കാം, ഒരു പ്രത്യേക ദിവസം കണക്കാക്കിയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. 25-ാം തീയതി, അതായത് ഇടവമാസം 10-ാം തീയതി സ്ഫുടം എടുക്കാം. 1 9 10 ഇവിടെ പറയുന്ന സൂര്യസ്ഫുടം 1 9 10. സൂര്യസ്ഫുടം 1 9 10 സൂര്യസ്ഫുടം കേട്ടാ. ഇടവമാസം 1-ാം തീയതിത്തെ സൂര്യസ്ഫുടമാണ് ഞാൻ ഇടവമാസം 9-ാം തീയതി സൂര്യസ്ഫുടമാണ് എഴുതിയത്. 9-ാം തീയതി സൂര്യസ്ഫുടം ഇടവമാസം 9-ാം തീയതി. ഒന്ന് 9 10 10-ാം തീയതിത്തെ സൂര്യസ്ഫുടം ഉണ്ടാ പറയാം. ഇടവമാസം 10. അപ്പൊ മെയ് 24 മെയ് 24 2024 മെയ് 24-ാം തീയതിത്തെ സൂര്യസ്ഫുടമാണ്. 10-ാം തീയതി വരും. 1 9 10. ഒന്ന് 9 10 എന്ന് എഴുതിയിട്ടുണ്ട്. അത് 1 9 10 നിങ്ങൾക്ക് മനസ്സിലാകണ എങ്ങനെയാണെന്ന് അറിയാല. 1-ാമത്തെ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 9 10 ശ്രദ്ധിക്ക. 1 9 10. ഇനി പിറ്റേ ദിവസത്തെ നമ്മൾക്ക് എന്താണ് 10-ാം തീയതിത്തെ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ തലേദിവസത്തെ കൂടി നോക്കാം. തലേദിവസം 9-ാം തീയതിത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 8 22 1 8 12 നോക്കുക. നിങ്ങൾ പഞ്ചാംഗത്തിനനുസരിച്ച് എടുക്കണം കേട്ടാ. 1 8 12 1 8 12. അതായത് ഇവിടെ ശ്രദ്ധിക്കാം, നമ്മള് 10-ാം തീയതിത്തെ സൂര്യസ്ഫുടം 1 9 10 എടുത്തിട്ടുണ്ട്. അതായത് 1-ാമത്തെ രാശിയിൽ സൂര്യൻ നിൽക്കണ്. അതേപോലെ തന്നെ ഭാഗ 9 ഭാഗ 10 കല. ഇനി നമുക്ക് വേഗതയാണ് നമുക്ക് കാണേണ്ടത്. വേഗത കാണുമ്പോൾ തലദിവസത്തെ നോക്കണം. തലദിവസത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 8 12.
ഇനി എന്താണ് വേഗത കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലത്തേക്കുള്ള ഡിഫറൻസ് കാണാം. ഇന്നലത്തെ നിന്ന് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പൊ ഡിഫറൻസ് കാണുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? ഡിഫറൻസ് കാണുമ്പോൾ നോക്കിയേ, ഇവിടെ 9, 10 ആണ് വരുന്നത് അല്ലേ? ഇവിടെ 1, 8, 12 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു കല, അതായത് ഒരു ഭാഗം അങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ് നമുക്കറിയാം? 60 ഇവിടെ വരും അല്ലെ? അപ്പൊ ഇവിടെ 8 തന്നെ ആവും. കണ്ടില്ലേ? ഇവിടെ 8 തന്നെ ആവും. അപ്പൊ ഇവിടെ 70 ആവും അല്ലേ? ഇവിടെ 10 ഉണ്ടായല്ലേ 70 ആവും. അപ്പൊ 70 നേരെ 12 കുറയ്ക്കാം. 70 12 കുറയ്ക്കുമ്പോ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ 10 2 പോയാല് 8, പിന്നെ ഇവിടെ 6 അല്ലേ? 6 പോയാൽ 58. വെറും സൂര്യന്റെ 24 മണിക്കൂറിന്റെ വേഗതയാണ് നമ്മൾക്ക് കിട്ടിയത്. എന്താണ്? 58 കല മാത്രമാണ് സൂര്യന്റെ വേഗത കിട്ടിയത്. 58 കല. ഒരു 24 മണിക്കൂർ കൊണ്ട് സൂര്യന്റെ ഗതം ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി കുട്ടി ജനിച്ചത് എപ്പോഴാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് അന്നത്തെ ഉദയം 6:05 നമുക്ക് നോക്കാം. 6:05 ജസ്റ്റ് ഒന്ന് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. അപ്പൊ അത് 6:05 സൂര്യൻ ഉദിച്ചു. അപ്പോഴത്തെ എന്താണ്? ഗതമാണ്, ഗ്രഹസ്ഫുടമാണ് നമ്മൾ പുസ്തകത്തിൽ പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 10:05 കുട്ടി ജനിച്ചു. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? നേരത്തെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന പോലത്തെ ഡിഫറൻസ് എത്രയാണ്? 4 മണിക്കൂർ. അപ്പൊ നമ്മൾക്ക് ഈ 4 മണിക്കൂറിനെ നമുക്ക് എന്ത് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മള് മിനിറ്റിലേക്ക് നാഴികയിലേക്ക് കൺവേർട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റും. എളുപ്പവിധിയിൽ നമ്മൾക്ക് എന്താണ്? 58 കല കണ്ടില്ലേ? 58 കല 28 മണിക്കൂറിനാണ്. 24 മണിക്കൂറിനാണ് 58 കല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മള് 58 ഇൻറ്റു എത്ര ചെയ്യാം? 58 ഇൻറ്റു നമ്മള് 4 മണിക്കൂറിനാണ്. 58 ഇൻറ്റു 4/24 ചെയ്യാം. അപ്പൊ എത്ര ഉത്തരം കിട്ടും നോക്കാം. അപ്പൊ നമ്മൾക്ക് ഉത്തരം കിട്ടുമ്പോൾ 58 ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല കേട്ടാ. 58 ഇൻറ്റു 4 ഹരിക്കണം 24. നമുക്ക് ഏകദേശം 9 കലയാണ് ഉത്തരം കിട്ടുന്നത്. 9 കല. അപ്പൊ ഈ 9 കല എന്ത് ചെയ്യാ? ഇന്നത്തെ സൂര്യസ്ഫുടത്തോടു കൂടി എന്നാണ് ചെയ്യുന്നത്? ഇന്നത്തെ സൂര്യസ്ഫുടം ഇല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ എത്രയാണ് ഇന്നത്തെ സൂര്യസ്ഫുടം പറഞ്ഞ? 9-ാം തീയതി, അതായത് 10-ാം തീയതിയിലത്തെ സൂര്യസ്ഫുടത്തോടു കൂടി കൂട്ടുക. അപ്പൊ എന്താണ്? 1, 9, 10. 1, 9, 10. അപ്പൊ കലയുടെ സ്ഥാനത്താണ് 9 കൂട്ടേണ്ടത്. അപ്പൊ 1, 9, 19 ആണ് സൂര്യസ്ഫുടം. കുട്ടി ജനിച്ച സമയത്തേക്കുള്ള സൂര്യസ്ഫുടം 1, 9, 19. ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ കാണാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ഊഹിച്ചാലും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായ? നവാംശകം കാണാനാണ്. നവാംശകം കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു രാശിക്ക് 3/20 കല വെച്ച് കളയണം അല്ലേ? അപ്പൊ 1, 9, 19 ആണെന്ന് വരുന്നത്. അപ്പൊ 9 ഭാഗയാണ്. 9 ഭാഗ എന്ന് പറയുന്നത് നമുക്കറിയാം 3/20 ഒരു രാശിക്ക്. 3/20 രണ്ടാമത്തെ രാശി 3/20. അപ്പൊ 3/20 3/20 കല. 3/20 കല. അപ്പൊ 6/40 കിട്ടും. 6/40 കൂടെ 3/20 കൂട്ടുമ്പോ എന്താണ് നമുക്കറിയാം? 9/60 കിട്ടും. 9/60 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 9/60 എന്ന് പറയുന്നത് 10 ഭാഗയല്ലേ? അപ്പൊ 10 ഭാഗ. ഇവിടെ 10 ഭാഗ തികഞ്ഞിട്ടില്ലല്ല. അപ്പൊ എവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്? സൂര്യന്റെ അംശകം നിൽക്കുന്നത് എന്ന് പറയുന്നത് 3ാമത്തെ അംശകത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇനി എടവൻ രാശി എന്ന് പറയുന്നത് സ്ഥിരരാശിയാണ്. സ്ഥിരരാശിക്ക് അംശകം കാണാൻ എന്ത് ചെയ്യണം?
സ്ഥിരരാശിക്ക് അംശകം കാണാൻ അതിൻ്റെ 9ാമത്തെ രാശി തുടങ്ങിയാണ് അംശകം കാണുന്നത്. സ്ഥിരരാശിക്ക് അംശകം കാണാൻ 9ാമത്തെ രാശി തുടങ്ങിയാണ് അംശകം കാണാം. അപ്പൊ നോക്കാം, സൂര്യൻ നിൽക്കുന്ന രാശി എവിടെയാണ്? ഇവിടെയാണ്. നമുക്കറിയാം ഇടവത്തിലാണ് സൂര്യൻ നിൽക്കുക. 9ാമത്തെ രാശി തുടങ്ങി ഇവിടെ ഉണ്ടാവും. 1 2 3 4 5 6 7 8 9. 9ാമത്തെ രാശി ഏതാണ്? 9ാമത്തെ രാശി നമുക്കറിയാം മകരമാണെന്ന് അറിയാം. മകരം തുടങ്ങി എണ്ണണം 3ാമത്തെ അംശകത്തിൽ 1 2 3. അപ്പൊ സൂര്യൻ എവിടെ ഇടണം? മീനത്തിലിടണം. സൂര്യൻ മീനത്തിലാണ് സൂര്യന്റെ നവാംശകം. അങ്ങനെ മനസ്സിലാക്കാം. സൂര്യന്റെ നവാംശകം പഠിച്ചല്ലോ എല്ലാവരും.